ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാ വർഷവും മാർച്ച് 19-ാം തീയതി നാം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണ തിരുനാൾ ആചരിക്കാറുണ്ടല്ലോ. ആ ദിവസം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തെപ്പറ്റി ധ്യാനിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ എല്ലാ ദിവസവും വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പറ്റി ധ്യാനിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. വൈദികരെയും സന്യസ്തരെയും സംബന്ധിച്ചിടത്തോളവും കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം യൗസേപ്പ് പിതാവ് ഒരു നല്ല സുവിശേഷമാണ്. എന്നും എല്ലാ ദിവസവും ഏത് സമയത്തും ധ്യാനിക്കേണ്ട മനോഹരമായ ഒരു സുവിശേഷമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം. നമ്മളൊക്കെ സ്വപ്നം കാണാറുണ്ട്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നത്തെപ്പറ്റിയല്ല, നമ്മുടെ ജീവിതത്തെപ്പറ്റി, ഭാവിയെപ്പറ്റി, മക്കളെപ്പറ്റി, ജോലിയെപ്പറ്റി, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നതിനെപ്പറ്റിയൊക്കെ നമ്മൾ സ്വപ്നം കാണുന്നവരാണ്. യൗസേപ്പ് പിതാവിനും ഉണ്ടായിരുന്നു ഇങ്ങനെ ജീവിതത്തെപ്പറ്റി മനോഹരമായ സ്വപ്നം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി, ഭാവിയെപ്പറ്റി, കുടുംബജീവിതത്തെപ്പറ്റി, മക്കളെപ്പറ്റി, വരും തലമുറയെപ്പറ്റി ഒക്കെ യൗസേപ്പ് പിതാവിനും മനോഹരമായ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളൊക്കെ ഒരു ദിവസം ഉണർന്നെഴുന്നേറ്റപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നതാണ് ശരി. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വലിയ സ്വപ്നത്തിന് വേണ്ടി യൗസേപ്പ് പിതാവിൻ്റെ സ്വപ്നങ്ങൾ യൗസേപ്പ് പിതാവ് മാറ്റിവെച്ചു. ഒരു പടി കൂടി ഉയർന്നു ചിന്തിക്കുകയാണെങ്കിൽ തൻ്റെ സ്വപ്നങ്ങളെ ദൈവത്തിൻ്റെ സ്വപ്നത്തോട് ചേർത്ത് വെച്ച് യൗസേപ്പ് പിതാവ് ജീവിച്ചു. തൻ്റെ സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ രക്ഷാകരമായ വലിയ സ്വപ്നത്തിൻ്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ വിലയം പ്രാപിച്ച് അതിലേക്ക് യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം പൂർണ്ണമായും സമർപ്പിക്കുകയായിരുന്നു യൗസേപ്പ് പിതാവ് ചെയ്തത്. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം വലിയൊരു സമർപ്പണമാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 24-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്: ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. യൗസേപ്പ് പിതാവ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ എപ്രകാരമാണോ കൽപ്പിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് വിശുദ്ധ യൗസേപ്പ് പിതാവ് പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. പരിശുദ്ധ അമ്മയുടെ ആത്മസമർപ്പണത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അതുപോലെ തന്നെയുള്ളൊരു സമർപ്പണം തന്നെയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവും തൻ്റെ ജീവിതത്തിലൂടെ നടത്തിയത്. ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനായിട്ട് അവതരിക്കുന്ന ക്രിസ്തു തന്നിലൂടെയാണ് പിറവി കൊള്ളുന്നത് എന്ന് ഉള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, മംഗളവാർത്ത ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയെ അറിയിക്കുമ്പോൾ പരിശുദ്ധ അമ്മ അതിന് പൂർണ്ണമായും സമർപ്പിക്കുന്നുണ്ട് തൻ്റെ ജീവിതത്തെ. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, നിന്നിൽ നിന്ന് ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് മാലാഖ മംഗളവാർത്ത അറിയിച്ചപ്പോൾ അമ്മയും പൂർണ്ണമായും സമർപ്പിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇതുപോലെ തന്നെയുള്ള സമർപ്പണം തന്നെയാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ് നടത്തുന്നത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. ഒരു വലിയ ആത്മസമർപ്പണം, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളോട് തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് അതെന്താണെന്ന് പോലും മനസ്സിലാക്കുന്നതിന് മുമ്പേ തന്നെ അത് വ്യക്തമായി തനിക്ക് ഗ്രഹിക്കാൻ പറ്റുമോ, തന്നെ കൊണ്ടാവുമോ എന്ന് മനസ്സിലാക്കുന്നതിനും അറിയുന്നതിനും മുമ്പേ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ദൈവം നോക്കി നടത്തിക്കൊള്ളും എന്നുള്ള വലിയ ബോധ്യവും ദൈവത്തിലുള്ള ആശ്രയവും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വലിയ സമർപ്പണം വിശുദ്ധ യൗസേപ്പ് പിതാവ് നടത്തുന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ യൗസേപ്പ് പിതാവിൽ ഒരു നല്ല അപ്പനെ നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ തിരുക്കുമാരനെ, തൻ്റെ കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ ദൈവം തിരുമനസ്സായപ്പോൾ ആ കുഞ്ഞിനെ സുരക്ഷിതമായ ശക്തമായ കരങ്ങളിലാണ് ദൈവം വച്ചു കൊടുത്തത്, വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ കരങ്ങളിൽ. അന്നു മുതൽ യൗസേപ്പ് പിതാവ് ഒരു നല്ല അപ്പനായി, ഒരു നല്ല വളർത്തുപിതാവായി മാറുകയാണ്. ആ ദൗത്യം ഏറ്റെടുത്തപ്പോൾ യൗസേപ്പ് പിതാവിന് അറിയാമായിരുന്നു ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ യൗസേപ്പ് പിതാവ് കടന്നു പോകണമായിരുന്നുവെന്ന്. ഒന്നിനും പരാതി പറയാതെ, ഒന്നിനും ആകുലചിത്തനാകാതെ ധൈര്യത്തോടെ, സ്നേഹത്തോടെ, അളവറ്റ വാത്സല്യത്തോടു കൂടി ആ കുഞ്ഞിന് നല്ലൊരപ്പനായി യൗസേപ്പ് പിതാവ് മാറുകയായിരുന്നു.
പേരെഴുതിക്കാനായി പൂർണ്ണ ഗർഭിണിയായ ഭാര്യ മറിയത്തോടൊപ്പം ബെത്ലഹേമിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു യാത്രയിൽ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടാകുമെന്ന്. പക്ഷെ അവിടെയും ദൈവാശ്രയ ബോധമാണ് യോസേപ്പ് പിതാവിനെ തുണച്ചത്. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ശിശു ഭൂജാതനായ ആ സമയം മുതൽ ഹെറോദോസ് അവൻ്റെ ജീവന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഹെറോദോസിൻ്റെ ആക്രമണങ്ങളെ ഭയന്ന് യോസേപ്പ് പിതാവ് ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി യേശുവിനെ സംരക്ഷിച്ചു. ജെറുസലേമിൽ നിന്ന് ഏകദേശം 800 കിലോമീറ്റർ അകലെയാണ് ഈജിപ്ത്. അവിടെ ആരോരും അറിയാത്ത ഒരു ദേശത്ത് അമ്മയെയും കൈക്കുഞ്ഞിനെയും കൊണ്ട് പരദേശിയായി പാർക്കുമ്പോൾ എന്തുമാത്രം സഹനങ്ങളിലൂടെ യോസേപ്പ് പിതാവ് കടന്നുപോയിട്ടുണ്ടാകും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടുന്ന് അതേ ദൂരം തന്നെ തിരിച്ച് യാത്ര ചെയ്തുകൊണ്ടാണ് യോസേപ്പ് പിതാവ് നസ്രത്തിലേക്ക് എത്തുന്നതും അവിടെ ഒരു നല്ല അപ്പനായി തന്നെ കുഞ്ഞിനെയും അമ്മയെയും സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് എല്ലാം നൽകിക്കൊണ്ട് തൻ്റെ ജീവൻ പോലും നൽകിക്കൊണ്ട് ഒരു നല്ല അപ്പനായി യോസേപ്പ് പിതാവ് അവിടെയും ജീവിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോസേപ്പ് പിതാവിൽ ഒരു നല്ല ഭർത്താവിനെയും കാണാൻ സാധിക്കും. മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ തീരുമാനിച്ച അന്ന് മുതൽ യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൽ നിരവധി ഉത്കണ്ഠകളും സംഘർഷങ്ങളും പ്രതിസന്ധികളും നേരിട്ടിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഒരു തെല്ലിട പോലും സംശയിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കി ആ ഭാര്യയോടുകൂടി പൂർണ്ണമായും ചേർന്ന് നിൽക്കുകയും കൂട്ടുനിൽക്കുകയും എല്ലാ പ്രതിസന്ധികളിലും സംരക്ഷിക്കുകയും ചെയ്തു വിശുദ്ധ യോസേപ്പ് പിതാവ്. ഒരു നല്ല ഭർത്താവിൻ്റെ വാത്സല്യത്തോടു കൂടി യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്തായിട്ട് തന്നെ കണ്ടുകൊണ്ടാണ് വിശുദ്ധ യോസേപ്പ് പിതാവ് അവളെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ഒപ്പം ആദരിക്കുകയും ചെയ്തത്. വിശുദ്ധ യോസേപ്പ് പിതാവിൽ അധ്വാനിക്കുന്നവരുടെ മധ്യസ്ഥനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം പണിയെടുത്തില്ലെങ്കിൽ പട്ടിണിയാകുന്ന ഒരു ജീവിതവും സാഹചര്യവുമായിരുന്നു യോസേപ്പ് പിതാവിൻ്റേത്. എങ്കിലും യോസേപ്പ് പിതാവ് തന്നെ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് തൻ്റെ കുടുംബത്തെ പോറ്റി. ഈ ലോകത്തിലെ എല്ലാ അധ്വാനിക്കുന്നവരുടെയും മധ്യസ്ഥനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. നിശ്ചയദാർഢ്യത്തോടുകൂടി ബോധ്യത്തോടുകൂടി ഏൽപ്പിക്കപ്പെടുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുവാൻ അധ്വാനിക്കാൻ അധ്വാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വിശുദ്ധ യോസേപ്പ് പിതാവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ മാതൃക തന്നെയാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ ഇത്രമാത്രം ഭാഗ്യപ്പെട്ട ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുമോ ഈ ലോകത്തിലെന്ന്. കാരണം ദൈവകുമാരനെയും ദൈവമാതാവിനെയും സംരക്ഷിക്കാനുള്ള ഭാഗ്യം, ആ ദൈവകുമാരനോടും ദൈവമാതാവിനോടുമൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം ഈ ഭൂമിയിൽ വിശുദ്ധ യോസേപ്പ് പിതാവിനല്ലാതെ മറ്റാർക്കാണ് ലഭിച്ചത്? വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ കൈപിടിച്ചുകൊണ്ടാണ് ഈശോ വളർന്നു വന്നത്. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് ഒരു നല്ല അപ്പൻ എങ്ങനെയായിരിക്കണം, ഒരു അപ്പൻ്റെ സ്നേഹം എങ്ങനെയായിരിക്കണമെന്ന് ഈശോ പഠിച്ചത്. ഈശോ തൻ്റെ ബാല്യം മുഴുവൻ വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ കൂടെയായിരുന്നു. ദൈവത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോസേപ്പ് പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നു. യോസേപ്പ് പിതാവിൻ്റെ മരണം എന്തുമാത്രം ഭാഗ്യപ്പെട്ട മരണമാണെന്ന് നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കേണ്ടതാണ്. ഈശോയുടെയും മറിയത്തിൻ്റെയും സാന്നിധ്യം മരിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന ഏറ്റവും വലിയ കൃപയാണ്, ഭാഗ്യമാണ്. അത് യോസേപ്പ് പിതാവിന് ലഭിച്ചു. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതും അതുതന്നെയാണ്. നമ്മളൊക്കെ മരിക്കുന്നവരാണ്, മരിക്കേണ്ടവരാണ്. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും നിശ്ചയമായും മരിക്കും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: വിശുദ്ധ യോസേപ്പ് പിതാവിനെ പോലെ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം നമ്മുടെ മരണനേരത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി. വിശുദ്ധ യോസേപ്പ് പിതാവിനെ വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നത് നീതിമാൻ എന്നാണ്. ദൈവത്തോടും മനുഷ്യരോടും തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോടും തൻ്റെ ഭാര്യയോടും തൻ്റെ കുഞ്ഞിനോടും ലോകം മുഴുവനോടും യോസേപ്പ് പിതാവ് നീതി പുലർത്തി. അവനെന്നും നീതിമാനായിട്ട് അറിയപ്പെടുന്നു. നമ്മുടെ എല്ലാവരുടെയും മാതൃകയായിട്ട് അറിയപ്പെടുന്നു. നമ്മുടെ എല്ലാവരുടെയും മധ്യസ്ഥനായിട്ട് അറിയപ്പെടുന്നു. കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. അധ്വാനിക്കുന്നവരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യോസേപ്പ് പിതാവ്. സന്യസ്തരുടെയൊക്കെ മധ്യസ്ഥനായിട്ട് വിശുദ്ധ യോസേപ്പ് പിതാവ് അറിയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, എപ്പോഴും യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മളായിരിക്കുന്ന മേഖലയിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം സംരക്ഷണം ലഭിക്കാനും നമ്മൾ കണ്ടുമുട്ടുന്നവരോടും ഒക്കെ
ദൈവത്തിൻ്റെ കൃപ പങ്കുവയ്ക്കാനും സാധിക്കും. വിശുദ്ധ ഔസേപ്പിതാവ് വഴിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ധാരാളമായിട്ടുണ്ടാകട്ടെ. ആമേൻ.